എങ്ങനെയാണെങ്കിലും എൻ്റെ അർജുവേട്ടനെ എനിക്കൊന്ന് കാണണമെന്നാണ് അന്ന് കൃഷ്ണപ്രിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഒടുവിൽ നീണ്ട 72ാമത്തെ ദിവസം അർജുന്റെ കുടുംബത്തെ തേടി ആ വാർത്തയെത്തി. മണിക്കൂറുകൾക്ക് മുൻപ് പോലും അർജുൻ ജീവനോടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചവരായിരിക്കും നമ്മളെല്ലാവരും. യാഥാർത്ഥ്യം അതല്ല എങ്കിൽ പോലും പക്ഷേ അങ്ങനെ ചിന്തിക്കാനേ മലയാളികൾക്ക് കഴിയുമായിരുന്നുള്ളൂ. ഒടുവിൽ നീണ്ട 72ാമത്തെ ദിവസം അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ്. ലോറിയിൽ നിന്നും ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടവും കണ്ടെത്തിയിട്ടുണ്ട്. അത് അർജുന്റേത് തന്നെയാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അർജുൻ. തന്റെ പഠനകാലത്ത് പിതാവിന് ഒരു പരിക്ക് പറ്റി കിടപ്പിലായതോടെയാണ് കുടുംബഭാരം മുഴുവൻ അർജുൻ ചെറുപ്രായത്തിൽ തന്റെ ചുമലിലേക്ക് എടുത്തുവെക്കുന്നത്. അതോടെ ആ ചെറുപ്പക്കാരന് പഠനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ആ ചെറുപ്പക്കാരന്റെ പോരാട്ടമായിരുന്നു. ആ 6 അംഗ കുടുംബം ഈ നിലയിലേക്ക് എത്തിയത് അർജുൻ എന്ന ചെറുപ്പക്കാരന്റെ ഒറ്റ പരിശ്രമം കൊണ്ട് മാത്രമായിരുന്നു. ആ കാണുന്ന വീട് ഈ നിലയിലേക്ക് എത്തിച്ചത് അർജുനായിരുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. പക്ഷേ അങ്ങനെയുള്ളവരെ വിധി ഇത്തരത്തിൽ വേട്ടയാടുന്നത് വളരെ സങ്കടകരമാണ്. 20ാമത്തെ വയസ്സിൽ വളയം പിടിച്ചു തുടങ്ങിയവനാണ് അർജുൻ. അച്ഛന് കൈത്താങ്ങായവൻ, അനിയനെയും അനിയത്തിയെയും എല്ലാം പഠിപ്പിച്ച ഒരു നിലയിലേക്ക് എത്തിച്ചവൻ, വീട്ടുകാരുമായി എല്ലാം നല്ല അടുപ്പം പുലർത്തിയിരുന്ന ആളുകൂടിയായിരുന്നു അർജുൻ. ജോലിക്കിടയിൽ കിട്ടുന്ന ചെറിയ സമയങ്ങൾ പോലും വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. ദൂരയാത്രകളിലാണെങ്കിലും ഭാര്യയെയും അമ്മയെയും എല്ലാം മാറി മാറി വിളിക്കുമായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ പിന്നെ അധികം പുറത്തിറങ്ങാനില്ല അർജുൻ എന്നാണ് സുഹൃത്തുക്കളും പറഞ്ഞിരുന്നത്. കാരണം അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനിടയിൽ കിട്ടുന്ന സമയം താൻ കുടുംബത്തോടൊപ്പം ചിലവഴിക്കട്ടെ എന്നാണ് അർജുൻ പറയാറുണ്ടായിരുന്നത്. ജൂലൈ 16 രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേയിൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു മണ്ണിടിച്ചിലുണ്ടായി അർജുന്റെ ലോറി അപകടത്തിൽപ്പെട്ടത്. ഈയൊരവസരത്തിൽ അർജുന്റെ ലോറിയുടെ ഉടമ മനാഫിന്റെ നിശ്ചയദാർഢ്യവും മലയാളികൾ മറക്കാൻ പാടില്ല. അപകടം നടന്ന അന്നു മുതൽ അർജുന്റെ കുടുംബത്തോടൊപ്പം മനാഫ് ഉണ്ടായിരുന്നു. ലോറി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അർജുന്റെ വീട്ടുകാരുടെ കണ്ണീരിന് പരിഹാരമായി അവനെ കിട്ടിയാൽ മതി എന്നായിരുന്നു മനാഫ് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ലോറി പുറത്തെത്തിയ ശേഷം മനാഫ് വൈകാരികമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ലോറി എനിക്ക് വേണ്ട, പകരം അർജുന്റെ മൃതദേഹം പുറത്തെടുത്താൽ മതി എന്നാണ് മനസ്സ് വിങ്ങിക്കൊണ്ട് മനാഫ് പറഞ്ഞത്. എന്തായാലും ആ ചെറുപ്പക്കാരന്റെ ആത്മാവിന് നിത്യശാന്തി നേരാനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.